എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് പണികൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വരാന്ത എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ വീട് വെക്കുന്നതിന് മുൻപ് തന്നെ നിസ്സാറിക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വീടിന് വരാന്ത വേണം എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മുറികളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാൽക്കണി വേണം, അത് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ബാൽക്കണിയും ഇതുപോലെയുള്ള വരാന്തയും ഒക്കെ എല്ലാം ചിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട് നിസ്സാറിക്ക. അപ്പോൾ ഈ വീട് വെച്ചതുകൊണ്ട് തന്നെ കുറേ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വരുന്ന വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുടെ പാലുകാച്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ വീടിൻ്റെ കുറച്ച് പിന്നാമ്പറ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ രാവിലത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളുടെ പണിക്കാർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാവിലെ 7 മണി മുതൽ 8 മണി വരെയാണ് അവരടുത്ത് വരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും അവർക്കാണല്ലോ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു വീടായിട്ട് വന്നത് എല്ലാവരുടെയും പരിശ്രമം കൊണ്ടാണ്. അപ്പം അവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൽ ചില ആൾക്കാർ നേരത്തെ പണി ചെയ്തവരാണ്, അതിൻ്റെ തുടക്കം ചെയ്തവരാണ്. കുറേ ആൾക്കാർ ഇപ്പോൾ പ്ലംബേഴ്സും ഇലക്ട്രീഷ്യനും പെയിൻറ്റേഴ്സൊക്കെയാണ് എപ്പോഴും വീടിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്നത്. ഈ വെൽഡേഴ്സൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, അവസാനം വന്നിട്ടുണ്ട്. അങ്ങനെ പല തരം ആൾക്കാരെ നമ്മൾ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ എത്തി. ഞങ്ങൾ പലർക്കും പല സ്ലോട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ സമയത്ത് വരാമെന്ന് പറഞ്ഞ്. 7-ന് 8-നാണെങ്കിൽ ഇടയ്ക്ക് ആണെങ്കിൽ തന്നെയും പല സമയങ്ങളിൽ വരാൻ പറഞ്ഞു. പക്ഷെ രാവിലെ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം ഒരു മഴയുണ്ടായിരുന്നു, അല്ലെ? ചെറിയൊരു മഴയുണ്ടായിരുന്നു. പക്ഷെ നിസ്സാർക്കാക്ക് നിർബന്ധം ഉണ്ടായിരുന്നു നമ്മൾ ഒരു പണിക്കാരനെ പോലും വിട്ടുപോരുതെന്ന്. അതുകൊണ്ട് ഞങ്ങള് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ പണിക്കാരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല, അവർക്ക് അസൗകര്യം ഉണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ബാക്കി വിളിച്ചവരെല്ലാം വന്നിട്ടുണ്ട്. അത് തന്നെ വളരെ സന്തോഷമായിരുന്നു. അവർക്കും വളരെ സന്തോഷമായി. വീടൊക്കെ കണ്ടപ്പോൾ അവർ ഈ തുടക്കത്തിൽ വന്ന് പണി ചെയ്തൊക്കെ ഇത് അവസാനിച്ച് കണ്ടപ്പോൾ അവർക്കും വലിയ ഇഷ്ടപ്പെട്ടു വീടൊക്കെ. നമുക്ക് എല്ലാവരെയും ഇതിലേക്ക് കവർ ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇവർക്കൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സലാണ് അറേഞ്ച് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ആ പാഴ്സലായിട്ട് കൊടുത്തു ഞങ്ങൾ. അത് അവർക്ക് നല്ല ഉപകാരമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാഴ്സൽ വാങ്ങിച്ചിട്ട് അവർക്ക് ജോലിക്ക് പോവേണ്ടവരല്ലേ. അപ്പം ആ ഒരു ടൈം ആയതുകൊണ്ട് അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നില്ല. എന്തായാലും എല്ലാം മംഗളമായിട്ട് അവർ സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞു. അങ്ങനെ നമ്മുടെ പണിക്കാരെല്ലാവരും വന്നു പോയ ശേഷം പിന്നെ നമ്മൾ വീട്ടുകാർ മാത്രമായി. അപ്പം നമ്മളെല്ലാവരും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. നമ്മളെല്ലാം സാമൂഹ്യ അകലം പാലിച്ചാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ നമ്മൾ ലഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പം ആൾക്കാർ വന്നു തുടങ്ങും. രാവിലെ കുറേ ആൾക്കാരെ രാവിലെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് വരുന്നവർക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, അത് ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾക്ക് പിന്നെ അധികം ആരെയൊന്നും വിളിച്ചിട്ടില്ല. ഈ തൊട്ടടുത്തുള്ള അയൽക്കാരെയും നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്തുള്ള ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വിളിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊന്നും സാധിക്കത്തുമില്ല. ചെറിയ ചാറ്റൽ മഴ അടിക്കുന്നുണ്ടല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ ഒരു മഴയുണ്ടായിരുന്നു. അതെ, നല്ലൊരു മഴ ഉണ്ടായിരുന്നു. പക്ഷെ മഴ എപ്പോഴും നല്ല കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണല്ലേ പറയുന്നത്. കാറ്റും അല്ലേ, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാർമേഘം നല്ലവണ്ണം ആകാശത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. വന്നവർക്കെല്ലാം നമ്മളുടെ വീട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ടെറസ് തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചയും കാറ്റും ഒക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് എല്ലാവർക്കും നമ്മൾ ഇതുപോലെ പാഴ്സലായിട്ടാണ് എല്ലാം കൊടുത്തു വിട്ടിരുന്നത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനനുസരിച്ച് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമല്ലേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ.
അപ്പം ഓരോരുത്തർക്കുള്ളത് ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വരുന്ന അനുസരിച്ച് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം നമ്മൾ നല്ല രീതിയിൽ എല്ലാവരെയും നല്ലതുപോലെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാരണം എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. കല്യാണം നടത്തുന്നവരുടെ ആയാലും ഇതുപോലെ വീട് പാലുകാച്ചലായാലും ഏതൊരു ചടങ്ങ് തന്നെ ആയാലും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊന്നും ക്ഷണിക്കാനും പറ്റത്തില്ല. വരുന്നവരെയൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് അവർക്കൊരു ട്രീറ്റ് കൊടുക്കാനും കഴിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വരുന്നവർക്കൊക്കെ നമ്മളിതുപോലെ ലഞ്ചാണ് അറേഞ്ച് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ ഈ പല പല സമയമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതും അതിനനുസരിച്ച് തന്നെയാണ് എല്ലാവരും വന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തിക്കും തിരക്കും തള്ളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് പേരെ മാത്രമേ നമ്മൾ ക്ഷണിച്ചിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരുന്ന് ഓരോ കാഴ്ചകൾ കാണാണ്. ഇവിടെ നല്ല ഒരു നല്ല ഒരു വെട്ടവും വെളിച്ചവും കാറ്റും ഒക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് അത് ഇതിലൂടെ പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ കഴിയുന്ന വിധത്തിൽ വരും വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഇത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടന്നു വരുന്ന ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ഇങ്ങനെ മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യാൻ സാധ്യത നല്ല കൂടുതലാണ്. രാവിലെ വരാൻ പറ്റാത്ത അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നില്ലേ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളുടെ ഈ ഒരു വീടെന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് ഇപ്പം ഇന്ന് സാക്ഷാത്കരിച്ചത്. ശരിക്കും നമ്മൾ താമസിക്കുന്ന വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലെ നമ്മളുടെ ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താണ്. വീടില്ലാത്തവർക്കൊക്കെ ഇതുപോലെ നല്ലൊരു വീട് ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷണിച്ച എല്ലാവരും വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ അവരെല്ലാവരും എത്തിയത്. അപ്പം ഇതിൽ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം ആ ഒരു സന്തോഷം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ ഈ ഒരു പാലുകാച്ചാണ് എനിക്ക് ഏറ്റവും വലിയ ചടങ്ങായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും വർഷം ഒന്നിച്ചിട്ട് ഉണ്ടായ ഒരു ചടങ്ങെന്ന് പറയുന്നത്. മറ്റത് നമ്മൾ ഗൾഫിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, നമ്മൾ നല്ല രീതിയിലൊക്കെ ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അത് മാനിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യം വെച്ചാൽ ഇത് ഏകദേശം 3 വർഷത്തോളം എടുത്തു ഈ വീട് ഈ ഒരു അവസ്ഥയിലാവാനായിട്ട്. പല പ്രതിബന്ധങ്ങൾ തരണം ചെയ്തെന്നുള്ളതെന്ന് പറയാം നമുക്ക്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് തമ്മിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. എനിക്ക് കാരണം എൻ്റെ നമ്മൾ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്ഥലം നോക്കുന്നത് മുതലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാനിത് കുറച്ച് ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും ഈ സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും കേട്ടോ. ഈ സ്ഥലത്താണോ ഈ വീട് വന്നിരിക്കുന്നതെന്ന് തോന്നും. അത്രമാത്രം ഒരു ആരും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇതുപോലൊരു നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റിയത്. സമയമെടുത്തു. അതിൻ്റെ സമയം നമ്മൾ പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ഒരു വിധിയാണ്. പടച്ചവൻ ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് മാത്രമേ അത് നടക്കത്തുള്ളൂ. കല്യാണമായാലും വീടായാലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഈ വീടിൻ്റെ തുടക്കം മുതലുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടും. അതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അടുത്തിനി നമുക്ക് നല്ല വിശേഷവുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.